പാടയിൽ നിന്ന് നമുക്ക് നല്ല നെയ്യ് ഉണ്ടാക്കാം. ഇത് പല ദിവസങ്ങളിലായി പാലിൻ്റെ പാടയെടുത്ത് സൂക്ഷിച്ചതാണ്. ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഓപ്ഷണലാണ്, മിക്സിയിൽ അടിച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ്. മിക്സിയുടെ ഒരു പകുതി ഭാഗം വരെ ഫില്ല് ചെയ്താൽ മതിയായിരിക്കും. കാരണം ഇത് കറങ്ങി വരുന്നതനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. തണുപ്പ് കാലത്താണെങ്കിൽ ചെറു ചൂടുവെള്ളവും, ചൂട് കാലത്താണെങ്കിൽ ചെറിയ തണുപ്പുള്ള വെള്ളവുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് ബ്ലെൻഡ് ചെയ്യുമ്പോഴേക്ക് ഈ പരുവത്തിനാവും. ഓരോ പശുവിൻ്റെ പാലിനും ഓരോ ഗുണമാണ്. ചില പശുവിൻ്റെ പാലിന് കൂടുതൽ വെണ്ണയുണ്ടാവും, ചില പശുവിൻ്റെ പാലിൻ്റെ വെണ്ണ നല്ല മഞ്ഞ കളറായിരിക്കും, ചിലത് വെള്ള കളറായിരിക്കും. ഇത് മഞ്ഞ കളറുള്ള വെണ്ണയാണ്. നമുക്കൊരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ മുഴുവൻ വെണ്ണയും കടഞ്ഞെടുത്തതിന് ശേഷം നന്നായി കഴുകിയെടുക്കണം. കാരണം പാലിൻ്റെ അംശം കൂടും തോറും ഇതിൻ്റെ സെഡിമെൻറ്റ്സ് കൂടും. ഇതിന് കക്കൻ എന്നാണ് പറയുന്നത്. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ തന്നെ ഉരുക്കിയെടുക്കാം. പക്ഷേ ഇത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തതാണ്. അതാണ് കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇത് നമുക്ക് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ ഇളക്കുകയാണ് നല്ലത്. വശങ്ങളിലുള്ള വെണ്ണയൊക്കെ ഉരുകി താഴെ ഇറങ്ങിക്കോളും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നന്നായി ഉരുങ്ങി അതിൻ്റെ മുകളിലൊരു പത വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഇളക്കുമ്പോൾ അത് താഴേക്ക് അടിയാൻ തുടങ്ങും. എണ്ണ തെളിഞ്ഞു വരും നന്നായിട്ട്. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. പത ഇപ്പോൾ അടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, താഴേക്ക് അടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നെയ്യ് തെളിഞ്ഞു വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് കക്കൻ അല്ലെങ്കിൽ അതിൻ്റെ സെഡിമെൻറ്റ്സ്. ഇത് ഗോൾഡൻ കളറാവണം, അതുവരെയാണ് ഇതിൻ്റെ പാകം. ഒരുപാട് കറുത്ത് പോയി കഴിഞ്ഞാൽ നെയ്യിൻ്റെ ഗുണത്തിനും രുചിക്കും വ്യത്യാസം വരും. അതേസമയം മൂപ്പ് കുറഞ്ഞാൽ നെയ്യ് കനച്ചു പോവുകയും ചെയ്യും. ഈ പ്രോസസ്സിൽ അത് മാത്രമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുള്ളത്. കളർ മാറി വരുന്നുണ്ട്, ചെറിയ ബ്രൗൺ കളറായി വരുന്നുണ്ട്. തുടർന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഏകദേശം ഗോൾഡൻ കളറായി. ഇനി സ്വിച്ച് ഓഫ് ചെയ്യാം. സാമാന്യം തണുത്തതിന് ശേഷം ഇത് അരിച്ച് ഒരു ഭരണിയിലോട്ടാക്കാം. സ്റ്റീൽ പാത്രത്തിലോ ചില്ല് കുപ്പിയിലോ ആണ് നല്ലത്. വലിയ ചൂടോടുകൂടിയും അതേസമയം തീരെ തണുത്തു പോയിട്ടും ഇത് ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചെറു ചൂടോടെ ആകുമ്പോൾ അതിന് പൂർണ്ണമായിട്ടും അതിൻ്റെ നെയ്യ് മൊത്തം നമ്മൾക്ക് കിട്ടും. ഇല്ലെങ്കിൽ അതിൻ്റെ സെഡിമെൻറ്റ്സ് കുറച്ച് നെയ്യ് അബ്സോർബ് ചെയ്തെടുക്കും, അരിക്കാൻ പാടാണ്. ഇതാണ് അതിൻ്റെ പാകം. ഇനി നമുക്ക് ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പിട്ട് അടച്ചു വയ്ക്കാം. വായു ഒട്ടും കയറരുത്.